നമസ്കാരം കുട്ടികൾക്കും സുഭാസാറാണ്. നമ്മുടെ കേരളത്തിന്റെ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അതിന്റെ ക്യാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, അതിന്റെ ഈ വർഷത്തെ കുറച്ച് കാര്യങ്ങളാണ്. എല്ലാ വർഷങ്ങളും നമ്മൾ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റാസുകളും കുറച്ച് ഇൻഫർമേഷൻസുകളുമാണ് നിങ്ങളോട് എത്തിക്കുന്നത്. നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള പാറ്റേണും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. എല്ലാവരും ഒന്ന് നന്നായിട്ട് കേൾക്കുക. ഇത് എഴുതാൻ പോകുന്നവർ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. പിന്നെ ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ചാനൽ കൃത്യമായിട്ട് കിട്ടും. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം മാക്സിമം നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ എക്സാം പാറ്റേണിനെ കുറിച്ച് പറയുവാണെങ്കിൽ 225 MCQ ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്. അതിന് 180 മിനിറ്റ്, 3 മണിക്കൂറുള്ള ഒരു എക്സാം ആണ് വരുന്നത്. CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഉള്ളത്. ഇതിന്റെ ഫസ്റ്റ് സെഷൻ നമ്മള് ഫിസിക്സ് ആണ് നമുക്ക് വരുന്നത്. 75 ക്വസ്റ്റ്യൻസും അതിനുവേണ്ടി 60 മിനിറ്റ്സേ ഉള്ളൂ. അപ്പൊ നോക്കിക്കേ, 75 ക്വസ്റ്റ്യൻ 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് തികച്ചില്ല എന്നുള്ള കാര്യം. രണ്ടാമത്തെ സെഷൻ കെമിസ്ട്രി ആണ്. അത് 60 ക്വസ്റ്റ്യൻസ് ആണ്, 45 മിനിറ്റ്സ് ഉണ്ട്. നെക്സ്റ്റ് മാത്സ് 90 ക്വസ്റ്റ്യൻസ് ആണ്, 75 മിനിറ്റ്സ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമുക്ക് 180 മിനിറ്റ്സ് വരും. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ 225 ക്വസ്റ്റ്യൻസ് വരും. ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? അത്രയും കാര്യം, അത്രയും ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിനോട് പറയാൻ പറ്റുന്ന ക്വാളിഫയിങ് മാർക്സ് വേണമല്ലോ. ക്വാളിഫയിങ് മാർക്സ് വരുന്നത് മാത്സിന് തനിയെ 10 മാർക്കെങ്കിലും നമുക്ക് വേണം. അതുപോലെ ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടെ ചേർത്ത് ഒരുമിച്ച് ഒരു 10 മാർക്കെങ്കിലും വേണം. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ അല്ല, മാത്സിന് തനിയെ 10 മാർക്ക്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി കമ്പൈൻ ചെയ്തിട്ട് 10 മാർക്ക് മിനിമം ഉണ്ടായിരിക്കണം, എന്നെങ്കിലേ ക്വാളിഫൈ ആവുള്ളൂ. ഇനി ഇതിന്റെ നമ്മുടെ നെഗറ്റീവ് മാർക്സും ശരി ഉത്തരത്തിനൊക്കെ മാർക്ക് നോക്കിയോ. ശരിയായിട്ട് ഒരെണ്ണം നിങ്ങൾ ആൻസർ ചെയ്താൽ 3 മാർക്ക് കിട്ടും. ഒരെണ്ണം തെറ്റിയാൽ 1 മാർക്ക് പോകും, -1 ആണ് കേട്ടല്ലോ. ഇനിയും ഇതിനെ കുറിച്ച് പറയുമ്പോൾ നോക്കിക്കേ, 7,500 to 8,000 എന്ന് പറഞ്ഞാൽ 1 ഇയറിൽ ഇവിടെ നമുക്ക് 3 ക്യാമ്പസ് ആണ് കുസാറ്റിനുള്ളത്. 2 കൊച്ചിയിലും 1 ആലപ്പുഴ കുട്ടനാടുമാണ് ഉള്ളത്. ഈ 3 ഏകദേശം 7,500-നും 8,000-നും ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണമാണ് അഡ്മിഷൻ എടുക്കുന്നത്. അഡ്മിഷൻ എടുക്കുന്നത് നമ്മൾ 11 ബിടെക് ബ്രാഞ്ചസ് ഉണ്ട്. കുസാറ്റ് എന്ന് അത്രയും മോശമായിട്ടുള്ള ഒരു സംഭവമല്ല, വളരെ പേര് കേട്ട അല്ലെങ്കിൽ നല്ല രീതിയിൽ കൂടെ പോകുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. അപ്പൊ അവിടെ 11 ബിടെക് പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഏതൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് കുറച്ച് MSc പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. 5 ഇയർ MSc പ്രോഗ്രാംസും ഉണ്ട്. അവിടെ നമുക്ക് MCA ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിനെല്ലാം കൂടെ CAT എന്ന് പറയുന്ന നമ്മുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റിൽ കൂടെയാണ്, ഇതെല്ലാത്തിലൂടെ ഒരുമിച്ചാണ് ഈ എൻട്രൻസ് എക്സാം നടക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് ഒരു ഇയർ മീൻസ് ഒരു 1 ടൈം എഴുതുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് 2 ലക്ഷം ഒക്കെ ആൾക്കാരാണ്. നോക്കിയിട്ട് അത്ര ചെറിയ കാര്യമില്ല. 2 ലക്ഷം ആൾക്കാരൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ വെളിയിൽ നിന്നുള്ള കുട്ടികൾക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യും കേട്ടോ. അങ്ങനെയും കൂടെ ഉണ്ട്. 2 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പാസ് പെർസെന്റേജ് ആണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്നത്. ഏകദേശം 75% മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പാസ് മീൻസ് ഇതിന്റെ ലാസ്റ്റ് സം കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് പാസ് ഔട്ട് ആവുന്നത് 74% ആണ്. മോശമല്ലാത്ത ഒരു പെർസെന്റേജ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനുള്ളിൽ വേണ്ട കാര്യങ്ങൾ. നമുക്ക് ഇതിനെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടഫൊന്നും അല്ല, വലിയ ടഫായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് താഴെ ലോയിൽ പോകത്തുമില്ല കേട്ടോ. അങ്ങനത്തെയാണ് ഇതിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ. അത്ര ടഫായിട്ടുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരിക്കലും വരത്തില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നേടിയെടുക്കാൻ നോക്കിക്കേ, ടൈം ഒക്കെ ഇത്തിരി കുറവാണ്. കണ്ടല്ലോ, 75 ക്വസ്റ്റ്യൻ 60 മിനിറ്റേ ഉള്ളൂ. ഇവിടെ കണ്ട 60-ന് 45, 90-ന് 75. അപ്പം ടൈം ഇത്തിരി കുറവാണ്, ക്വസ്റ്റ്യൻസുകൾ കൂടുതലുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതി കഴിഞ്ഞ് കിട്ടിയാൽ അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. കാരണം ഇവിടെ പഠിച്ച് നല്ല ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ ഉള്ളതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ നന്നായിട്ട് ഇത് എഴുതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജോലി ഭയങ്കരമായ സാധ്യതയുണ്ട്. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള ഡേറ്റാസുകൾ ഇത്രയാണ്. ഇനി ഇതിന്റെ ബാക്കി കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മുടെ ഈ ചാനലിൽ കൂടെ വരും, നിങ്ങൾക്ക് കാണാൻ പറ്റും. മാക്സിമം അതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ഒരിക്കൽ കൂടി. ഗുഡ് ബൈ.